ഇന്ദുവിൻ്റെ മരണം കഴിഞ്ഞ് 3 ദിവസമായി. ഇന്ന് ശരിക്കും അവരുടെ വിവാഹ ദിവസമായിരുന്നു. ശ്യാം ആ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അവളൊന്നും മരിക്കാതിരുന്നുവെങ്കിൽ ഇന്ന് അവൾ ഈ മണിയറയിൽ എൻ്റെയോടൊപ്പം മധുവിധ ആഘോഷിക്കേണ്ടതായിരുന്നില്ലേ? ആ ഒരു നിമിഷത്തെ വികാരത്തളച്ചിൽ അവൾ എനിക്ക് എന്തിനു വഴങ്ങിത്തന്നു. ആ സമയം ഞാൻ ആസ്വദിച്ചുവെങ്കിലും പിന്നീട് ഓരോ നിമിഷങ്ങളിലും എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് അവളെ സ്വീകരിക്കാനും തോന്നിയില്ലല്ലോ. പക്ഷേ അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്തെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും അത് ഒരു നഷ്ടമായി പോയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അവൻ ഓരോന്നും ആലോചിച്ചുകൊണ്ട് കിടക്കയിലേക്ക് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിന് മുഴുക്കെ അവൻ എന്നതിനെക്കുറിച്ച് സ്വപ്നം കാണുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അവൻ നെഞ്ചിൻ്റെ മുകളിൽ വല്ലാത്തൊരു ഭാരം തോന്നി. അവന് ഇതെന്തെൻ്റെ നെഞ്ചിൻ്റെ മുകളിൽ വല്ലാത്തൊരു ഭാരം തോന്നുന്നത്? അവൻ കണ്ണുകൾ തുറന്നു നോക്കി. ആ കാഴ്ച കണ്ട് അവൻ ഞെട്ടിപ്പോയി. തൻ്റെ നെഞ്ചിൻ്റെ മുകളിലായി ഇതാ വിവാഹ വേഷത്തിൽ ഇന്ദു കിടന്നുറങ്ങുന്നു. ഇന്ദു, നീ ഇത് എവിടെ നിന്ന് വന്നു? നീ മരിച്ചവളല്ലേ? നീ എന്തിനാ എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വരുന്നു? ശ്യാമേട്ട എന്താ പറയുന്നത്? ഞാൻ മരിച്ചെന്നോ? ഞാൻ നിങ്ങളോട് മൊത്തമുള്ള ഒരു ജീവിതം കൊതിച്ചവളാണ്. അവിടെ ഞാൻ മരിച്ചെന്നോ? ഞാൻ മരിച്ചതില്ലല്ലോ. ഇനി നിങ്ങൾ കൊന്നതല്ലേ എന്നെ? എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എൻ്റെയും ജീവിതം തകർത്തുവച്ചത് നിങ്ങളല്ലേ? അത് എന്തോ അന്ന് അങ്ങനെ ഒന്ന് പറ്റിപ്പോയി. അതിനുശേഷം നിൻ്റെ മരണത്തിന് ശേഷം ഞാൻ ഓരോ നിമിഷം നിന്നെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ചിന്തിച്ചിട്ട് എന്താ ശ്യാമേട്ട ഫലം? ഇനി ഒരു കാര്യമേ ചെയ്യാനുള്ളൂ. എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. നിൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു വരാനോ? നീ മരിച്ചവളല്ലേ? ഞാൻ മരിച്ചെങ്കിൽ എന്താ? മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടല്ലോ നമുക്ക്. ആ മരണത്തിലേക്ക് ഞാൻ നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകാൻ വന്നിരിക്കുന്നത്. വരൂ ശ്യാമേട്ട, നമുക്ക് പോകാം. ആ ലോകത്തേക്ക് നമുക്ക് പാറി പറന്നു നടക്കാം. ഞാൻ ആദ്യമേ അറിഞ്ഞ പുരുഷൻ നിങ്ങളാണ്. നിങ്ങൾ ആദ്യമേ അറിഞ്ഞ സ്ത്രീ ഞാനല്ലേ? വരൂ, നമുക്ക് നമ്മുടെ പ്രണയം തുടരാം. നമുക്ക് നമ്മുടെ മധുവിധ തുടരാം. നീ എന്താണ് ഈ പറയുന്നത്? നീ മരിച്ചു കഴിഞ്ഞു 3 ദിവസമായി. നീ എന്തിനിവിടെ വന്ന് നിൽക്കുന്നു? അതോ എൻ്റെ ജീവൻ്റെ ജീവനായ ശ്യാമേട്ടനൊപ്പം നാം കഴിയാൻ വേണ്ടി അങ്ങോട്ട് വന്നത്. ശ്യാമേട്ടൻ ഇവിടെ ഒരിക്കലും ഇവിടുന്ന് പോകത്തില്ല. ശ്യാമൻ തൻ്റെ തൊണ്ടിടവുമായിട്ടും കൈകളിൽ വിറക്കുന്നതായിട്ടും തോന്നി. അവൻ കട്ടിലേക്ക് കമഴ്ന്നു വീഴാൻ തുടങ്ങി. അവിടെയും അവൾ കണ്ടു ഇന്ദുവിൻ്റെ രൂപം. എവിടെ തന്നെ നോക്കിയാലും ഇന്ദുവിൻ്റെ രൂപം മാത്രം. അവൻ അലറി വിളിക്കാൻ തുടങ്ങി. എന്നാൽ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവൻ വീണ്ടും 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 ശ്രമിച്ചു അലറി വിളിക്കാൻ വേണ്ടി. എന്നാൽ ശബ്ദം ഒരു തരി പോലും വന്നില്ല. അവൻ നോക്കുമ്പോൾ